സമൂഹത്തെ സേവിക്കുവാനും മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുവാനും മാത്രമേ അവൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ അവൾക്ക് തിരിച്ചു കിട്ടിയതോ മരണം. കേട്ടു നിൽക്കുന്നവരുടെ ചങ്കിൽ തറയ്ക്കുന്ന ഒരമ്മയുടെ കണ്ണീരിൽ കുതിർന്ന വാക്കുകളാണിത്. ഞാൻ പറഞ്ഞു വരുന്നത് പശ്ചിമ ബംഗാളിലെ RG ആശുപത്രിയുടെ 3ാം നിലയിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ട ആ വനിതാ ഡോക്ടറെ കുറിച്ചാണ്. തുടർ ജീവിതത്തെ കുറിച്ച് ആ ഡോക്ടർ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും. സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാലം, വൈവാഹിക ജീവിതം, കുടുംബവും കുട്ടികളും, വർണ്ണാഭമായ ജീവിതത്തിന്റെ കാഴ്ചകൾ, ഭാവിയെക്കുറിച്ചുള്ള ആ സ്വപ്നങ്ങളെല്ലാം ആ നശിക്കപ്പെട്ട രാത്രി ആ നരാധമനാൽ തച്ച് തകർക്കപ്പെടുകയായിരുന്നു. RG കാർ മെഡിക്കൽ ആൻഡ് ഹോസ്പിറ്റലിൽ PG ട്രെയിനിങ് ഡോക്ടറായി ജോലി ചെയ്യുന്നതിനിടയിലാണ് ഈ ദാരുണ സംഭവം ഉണ്ടായത്. രാജ്യത്തിന്റെ മനസ്സാക്ഷിയെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഈ സംഭവത്തിൽ പ്രതിക്ക് മരണശിക്ഷ തന്നെ ഉറപ്പുവരുത്തുമെന്ന് ഗവൺമെന്റ് ഇതിനോടകം പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ആ പ്രതിജ്ഞ നടപ്പാക്കട്ടെ എന്ന് 1000 നാവുകളാൽ ജനങ്ങൾ ഒന്നാകെ ആഗ്രഹിച്ചു പോകുന്നു. നീരജ് ചോപ്ര പാരീസിൽ വെള്ളി മെഡൽ എറിഞ്ഞു വീഴ്ത്തുന്നത് കാണാൻ തന്റെ 3 കൂട്ടുകാരികൾക്കൊപ്പം RG ആശുപത്രിയുടെ 3ാം നിലയിലെ സെമിനാർ ഹാളിൽ ഇരുന്ന ആ യുവ ഡോക്ടർ തന്റെ ഭാവിയിലെ ഏറ്റവും നരകയാതന അനുഭവിക്കുന്ന നിമിഷത്തിലേക്കാണ് കടന്നു പോകാൻ ഇരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ച് തന്നെ ഭക്ഷണം കഴിച്ചു. തന്റെ 2 സുഹൃത്തുക്കൾ പോയതിനു ശേഷവും വിശ്രമിക്കുവാനായി ആ ഡോക്ടർ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഓഗസ്റ്റ് 9 വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നത് എന്ന് പോലീസ് ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരായിരുന്നു ആ സ്റ്റെതസ്കോപ്പ് തല്ലി തകർത്തത്? ആരായിരുന്നു ആ വെളുത്ത കോട്ടിൽ രക്തത്തിന്റെ മഷി പടർത്തിയത്? ആരായിരുന്നു ആ നിലവിളികളെ ആ ചുവരുകൾക്കപ്പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ തടഞ്ഞത്? ആരുടെ നഖദംഷ്ട്രകളായിരുന്നു ആ കവിളുകളിൽ ഉരഞ്ഞു കീറിയത്? ആ പരമനികൃഷ്ടനായ പാപിയുടെ പേര് സഞ്ജയ് റോയ്. 2019 പശ്ചിമ ബംഗാൾ പോലീസിന്റെ സിവിക് പോലീസ് വിഭാഗത്തിൽ സഞ്ജയ് റോയ് കയറിപ്പറ്റുന്നത്. ഈ സഞ്ജയ് റോയ് ആണ് പിന്നീട് RG കാർ ആശുപത്രിയിലെ സെക്യൂരിറ്റി വിഭാഗത്തിലും ഉണ്ടായിരുന്നത്. ഈ സെക്യൂരിറ്റി വിഭാഗത്തിൽ സേവനം ചെയ്തു എന്നതിന്റെ പേരിലാണ് ആശുപത്രിയുടെ ഉള്ളിലേക്ക് കടക്കുവാൻ അയാൾക്ക് സാധിച്ചത്. സിവിക് പോലീസ് എന്ന് പറയുമ്പോൾ അതൊരു പോലീസ് വിഭാഗമല്ല, അത് ആളുകൾക്കിടയിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് നടത്തി പോലീസിന് സഹായിക്കുവാൻ ഒരു വോളണ്ടിയർ വിഭാഗമാണ്. ഈ വിഭാഗത്തിലാണ് സഞ്ജയ് റോയ് ജോലി ചെയ്തിരുന്നത്. കടുത്ത മദ്യപാനിയും അരാജകമായ ജീവിതം ജീവിക്കുന്നവനുമായിരുന്നു സഞ്ജയ് റോയ്. നിലവിൽ 4 വിവാഹങ്ങൾ കഴിച്ചവനാണ് ഇയാൾ എന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം. 4ാമതായി വിവാഹം ചെയ്ത ഭാര്യ ക്യാൻസർ വന്ന് മരണപ്പെട്ടു. ഓരോ തവണയും വിവാഹം ചെയ്യുമ്പോഴും ആ വിവാഹ ബന്ധങ്ങളെല്ലാം ഒരു വേർപിരിയലിൽ പിരിഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം അയാളുടെ സ്വഭാവത്തിലെ വൈകൃതം തന്നെയായിരുന്നു. രതിവൈകൃതങ്ങൾ പേറി ജീവിതം മുഴുവൻ നടന്ന ഒരാളായിരുന്നു സഞ്ജയ് റോയ്. അയാളുടെ ഈ വൈകൃതത്തിന് നിന്നു കൊടുക്കാൻ കഴിയാതെയാണ് 3 ഭാര്യമാരും അയാളെ ഉപേക്ഷിച്ചു പോയത്. കടുത്ത പീഡനമായിരുന്നു ഇയാൾക്ക് കീഴിൽ നേരിടേണ്ടി വന്നത് എന്ന വിവരം അയാളിൽ നിന്ന് രക്ഷപ്പെട്ട സ്ത്രീകൾ ഇതിനോടകം പോലീസ് അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. സംഭവം നടക്കുന്ന ദിവസം രാത്രി ഏകദേശം 11 മണിയോടെ RG കാർ ആശുപത്രിയുടെ പിന്നിലേക്ക് സഞ്ജയ് റോയ് പോയതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ പോയി, ഈ ആശുപത്രിയുടെ പിന്നിൽ പോയിരുന്ന് മദ്യപിക്കുകയും അശ്ലീല വീഡിയോകൾ കാണുകയുമായിരുന്നു സഞ്ജയ് റോയ് ചെയ്തത്. സഞ്ജീവ് റോയിയുടെ ഫോൺ പോലീസ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് പ്രകാരം ഈ ഫോണിൽ നിറച്ചും അങ്ങേയറ്റം അക്രമാസക്തമായിട്ടുള്ള, ഒരു മനുഷ്യന് ചിന്തിക്കുന്നതിൽ പോലും പരിമിതിയുള്ള, അങ്ങേയറ്റം അക്രമാസക്തമായിട്ടുള്ള, ഒരു മനുഷ്യനെ പീഡിപ്പിച്ച് രസിക്കുന്ന രതിവൈകൃതങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഈ രതിവൈകൃതത്തിന്റെ അടിമയായിരുന്നു സഞ്ജയ് റോയ് എന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും സംശയമില്ല. ഒരു കാര്യത്തിൽ മാത്രമേ അവർക്ക് സംശയം ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ ഇയാൾ ഒരു മാനസിക രോഗി, അതുമല്ല എങ്കിൽ അങ്ങേയറ്റം സ്വഭാവ വൈകൃതമുള്ള ഒരാൾ. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിൽ ഒരു സാധു പെൺകുട്ടിയെ പിച്ചി ചീന്തുവാൻ, ഇത്തരത്തിൽ അവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ അധികാരികൾക്ക് ഒട്ടും തന്നെ സംശയമില്ല. സിറ്റി കമ്മീഷണർ വിനീത് ഗോയൽ പറയുന്നത് പ്രകാരമാണ് എങ്കിൽ ഇയാൾ തെളിവ് നശിപ്പിക്കുവാനുള്ള ശ്രമവും നടത്തിയിരുന്നു. തലേന്ന് രാത്രി, അതായത് കൃത്യം നടക്കുന്ന രാത്രി, ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കഴുകി മാറ്റുകയും മറ്റും ഇയാൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിൽ
രക്തക്കറയുള്ള ചെരുപ്പ്, അതായത് ഈ സഞ്ജീവ് റോയിയുടെ ചെരുപ്പ് പോലീസ് കണ്ടെടുക്കുകയുണ്ടായി. ഈ ചെരുപ്പ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായ ഒരു തെളിവാണ്. പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ തന്നെ മനസ്സിലായിരുന്നു കൊലപാതകത്തിന് മുൻപ് ആ ഡോക്ടർ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായിരുന്നു എന്ന കാര്യം. ഇരയുടെ ശരീരത്തിൽ ഒന്നിലധികം മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. ഈ മുറിപ്പാടുകളെല്ലാം കടുത്ത അക്രമവാസനയുള്ള ഒരാളിൽ നിന്ന് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് എന്ന തെളിവ് നൽകുന്നതായിരുന്നു. പോൺ വീഡിയോസ് കാണുന്ന ഒരാൾക്ക് ഇത്രമാത്രം അക്രമവാസനകൾ ഉണ്ടാകുമോ? ഇവരുടെ അക്രമവാസനകൾ ഒരു തരത്തിലുള്ള മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിലേക്കും അങ്ങേയറ്റം സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള നടപടികളിലേക്കുമാണ് നയിക്കുന്നത്. പോൺ അങ്ങേയറ്റം മാനസികമായി ഒരു വ്യക്തിയെ ഉലച്ചു കളയുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ സമൂഹത്തിൽ പോൺ ചെലുത്തുന്ന സ്വാധീനം അത്രമാത്രം വലുതാണ്. ഒരു വ്യക്തിയുടെ സെക്ഷൽ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ധാരണകൾ തന്നെ പോൺ വീഡിയോസ് മാറ്റിമറിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസിന് അടിമകളായിട്ടുള്ളവർ നമ്മുടെ സമൂഹത്തിൽ ചെറുതല്ല എന്ന കാര്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. അമിതമായ പോണിനോടുള്ള താല്പര്യം ഒരു യുവ ഡോക്ടറുടെ മരണത്തിലാണ് കലാശിച്ചത്. മരണമല്ല, കൊലപാതകം, ക്രൂരമായ കൊലപാതകം. ഇത്തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകം ചെയ്തതിന് ശേഷവും അയാൾക്ക് ജീവനോടെ ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുന്നു എന്നതാണ് ഒരു സിസ്റ്റത്തിന്റെ പരാജയം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം പശ്ചിമ ബംഗാളിൽ മാത്രമല്ല, രാജ്യത്തുടനീളമുള്ള ആശുപത്രി ജീവനക്കാരെ അങ്ങേയറ്റം ഭയത്തിലും നടുക്കത്തിലുമാണ് ആഴ്ത്തിയത്. അവരുടെ നടുക്കം, അവരുടെ ഭയം മാറ്റേണ്ടത് ഈ സർക്കാരാണ്, ഈ ഒരു സിസ്റ്റമാണ്. ഈ ഒരു സിസ്റ്റത്തിന് സാധിക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ എല്ലാം വലിയൊരു പരാജയം തന്നെയാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രതിയുടെ, അതായത് സഞ്ജയ് റോയ് എന്ന നികഷ്ടനായ മനുഷ്യന്റെ സഹോദരി. അവർ പശ്ചിമ ബംഗാൾ പോലീസിൽ സബ് ഇൻസ്പെക്ടറായി ജോലി നോക്കുകയാണ്. അവർ മാധ്യമങ്ങളോടും പോലീസിനോടും പറഞ്ഞൊരു വാക്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് അവന് എന്ത് വേണമെങ്കിലും ചെയ്യാം, അവന്റെ മൃതദേഹം ഞാൻ ഏറ്റെടുക്കില്ല, അവന്റെ മൃതദേഹം എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരരുത്. അഗ്രസീവായിട്ടുള്ള സെക്ഷൽ രംഗങ്ങളോട് താല്പര്യമുള്ളവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ബ്രൂട്ടൽ ആയിട്ടുള്ള പ്രോണോഗ്രാഫി കാണുവാനുള്ള അഭിവാഞ്ച നിങ്ങൾക്കുള്ളിൽ എപ്പോഴും ഉടലെടുക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണണം. നിങ്ങൾക്കുള്ളിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്രിമിനൽ ഒളിഞ്ഞിരിക്കുന്നു. ഏത് സമയവും ഒരു സന്ദർഭം ഒത്തുവന്നാൽ അയാളിലെ റേപ്പിസ്റ്റ് പുറത്തു ചാടിയെന്നിരിക്കും. അതിനാൽ എത്രയും പെട്ടെന്ന് ആ ക്രിമിനലിനെ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഓടിച്ചു കളയേണ്ടതുണ്ട്.